ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന നേമം മണ്ഡലത്തിലെ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചാണ്. വികസനത്തിന്റെ പുതിയ മാതൃകകൾ ചർച്ചയാകേണ്ട ഒരിടത്ത് ബോധപൂർവം വിവാദങ്ങൾ കുത്തിപ്പൊക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുകയാണോ? 10 വർഷക്കാലം MLA ആയും മന്ത്രിയായും ഇരുന്നിട്ടുള്ള ശിവൻകുട്ടിക്ക് നേമത്തെ ജനങ്ങൾക്കായി എടുത്തു പറയാൻ ഒരു വലിയ വികസന നേട്ടം പോലുമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. താൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും ഓരോ നുണക്കഥകൾ പടച്ചുവിടുന്നത്. എന്നാൽ ഇതിനെയൊക്കെ വളരെ പക്വതയോടെയും കരുത്തോടെയുമാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നത്. എന്താണ് നേമത്ത് ശരിക്കും സംഭവിച്ചത്? ശിവൻകുട്ടിയുടെ ആരോപണങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ആ മാസ് മറുപടി എന്തായിരുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. യഥാർത്ഥത്തിൽ നേമത്ത് എന്താണ് സംഭവിക്കുന്നത്? തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഓരോ വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിക്കുകയാണ്. വികസനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ലാത്ത ഒരു നേതാവിന്റെ നിരാശയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇത്രയും കാലം മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാൾ വികസന രേഖ പുറത്തിറക്കുന്നതിന് പകരം BJP മദ്യമൊഴുക്കുന്നു എന്ന് കരയുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്. അധികാരവും പോലീസ് കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യത്തിന് മുന്നിൽ ശിവൻകുട്ടിക്ക് മറുപടിയില്ല. തെളിവുണ്ടെങ്കിൽ നിയമപരമായി നേരിടാൻ ധൈര്യമില്ലാത്തവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് രാഷ്ട്രീയത്തിലെ തരം താഴ്ന്ന രീതിയാണ്. മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ശൈലി ഒന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം സംസാരിക്കുന്നത് IT വിപ്ലവത്തെ കുറിച്ചാണ്. നേമത്തെ യുവാക്കൾക്ക് ലഭിക്കേണ്ട ഉയർന്ന ശമ്പളമുള്ള തൊഴിലുകളെ കുറിച്ചാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തന്റെ അനുഭവ സമ്പത്ത് നേമത്തിന്റെ വളർച്ചയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന കൃത്യമായ പ്ലാൻ അദ്ദേഹത്തിനുണ്ട്. പഴയകാല രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വികസന കാഴ്ചപ്പാടാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കി സമയം കളയുന്നവർക്ക് വികസനത്തിന്റെ ഈ വേഗത കണ്ടപ്പോൾ ഉണ്ടായ ഭയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നുണക്കഥകൾ പ്രചരിക്കുന്നവർ വികസനത്തെ ഭയപ്പെടുകയാണ്. കാരണം മാറ്റം വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ് അവസാനിക്കുമെന്ന് അവർക്കറിയാം. ഇനി മറ്റൊരു തമാശ നോക്കൂ. മദ്യത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? കേരളത്തിന്റെ മദ്യവരുമാനം കൊണ്ട് ഭരണം നടത്തുന്ന റെക്കോർഡ് വേഗത്തിൽ ബാർ ലൈസൻസുകൾ അനുവദിക്കുന്ന ഒരു സർക്കാരിലെ മന്ത്രി. ഇത് എത്രമാത്രം വിരോധാഭാസമാണ്. രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതുപോലെ മദ്യത്തിന്റെ കാര്യത്തിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യാൻ എക്സൈസ് വകുപ്പിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പോലീസിനല്ലേ നൽകേണ്ടത്? അതല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വിലാപം നടത്തുന്നത് തോൽവി മുന്നിൽ കാണുന്നത് കൊണ്ടാണ്. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും നേരിടാൻ രാഷ്ട്രീയമായി ശിവൻകുട്ടിക്ക് കരുത്തില്ല എന്നതിന്റെ തെളിവാണ് ഈ നുണക്കഥകൾ. സുഹൃത്തുക്കളെ, ഈ വിവാദങ്ങൾ പരാജയപ്പെടുകയും വികസനം വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നേമം സാക്ഷ്യം വഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇതിന് നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. തെളിവുണ്ടെങ്കിൽ നിയമപരമായി നേരിടൂ, അല്ലാതെ വെറുതെ നുണ പറയരുത്. ഈ ഒരു പ്രസ്താവനയോട് ശിവൻകുട്ടി പടച്ചുവിട്ട എല്ലാ ആരോപണങ്ങളുടെയും മുന ഒടിഞ്ഞിരിക്കുകയാണ്. നുണകൾക്ക് ആയുസില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വിഭാവനം ചെയ്യുന്ന മാറ്റം നേമത്തുണ്ടാകുക തന്നെ ചെയ്യും. പഴയ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇനി ഇവിടെ വിജയിക്കില്ല. ശിവൻകുട്ടി സാറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ടാൽ തോന്നും അദ്ദേഹം മന്ത്രിപ്പണി വിട്ട് വല്ല ഡിറ്റക്റ്റീവ് നോവലും എഴുതാൻ തുടങ്ങിയോ എന്ന്. ഓരോ ദിവസവും ഓരോ പുതിയ നുണക്കഥകൾ പടച്ചുവിടാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് സമ്മതിച്ചു കൊടുക്കണം. രാജീവ് ചന്ദ്രശേഖർ വികസനത്തിന്റെ കണക്കുകൾ പറയുമ്പോൾ ശിവൻകുട്ടി സാർ പറയുന്നത് BJP-കാരൻ മദ്യം കൊണ്ട് നടക്കുന്നു എന്നാണ്. 10 വർഷം മണ്ഡലം ഭരിച്ചിട്ട് വോട്ട് ചോദിക്കാൻ ഇതാണോ സാറേ നിങ്ങളുടെ കയ്യിലുള്ള ഹൈലൈറ്റ്? മണ്ഡലത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുമ്പോൾ അതൊന്നും കാണാത്ത മന്ത്രിക്ക് BJP-കാരന്റെ ബാഗിൽ എന്താണുള്ളതെന്ന് നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. തന്റെ സർക്കാരിന്റെ കീഴിലുള്ള എക്സൈസ് വകുപ്പിനെ ഇത്രത്തോളം പരിഹസിച്ച മറ്റൊരു മന്ത്രി കാണില്ല. സ്വന്തം ഭരണത്തിന് കീഴിൽ മദ്യം ഒഴുകുന്നു എന്ന് മന്ത്രി തന്നെ വിളിച്ചു കൂകുമ്പോൾ അത് ആരുടെ പരാജയമാണ്? രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചതുപോലെ മദ്യവരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന സർക്കാർ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലെ ലോജിക്ക് എന്താണ്? മദ്യം പിടിക്കാൻ വകുപ്പുണ്ടല്ലോ, നടപടിയെടുക്കാൻ പോലീസ് ഉണ്ടല്ലോ. അതിനൊന്നും പോകാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അയ്യോ മദ്യം ഒഴുകുന്നേ എന്ന് കരയുന്നത് ശരിക്കും ഒരു മന്ത്രിക്ക് ചേർന്നതാണോ? 10 വർഷം മുമ്പ് നേമത്ത് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ശിവൻകുട്ടി സാറിന് പെട്ടെന്ന് മറവി വരും. പക്ഷേ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നല്ല ഓർമ്മയുമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രൊഫഷണൽ നേതാവിനെ നേരിടാൻ ഇത്തരം തറവേലകൾ മതിയെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്.
രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന വേഗത കണ്ട വിറച്ചു നിൽക്കുന്ന ശിവൻകുട്ടിയാണ് ഇന്ന് കേരളം കാണുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഇനിയും വിഡ്ഢികളാക്കാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവും. ഇത്രയൊക്കെ ബഹളം വെച്ചിട്ടും രാജീവ് ചന്ദ്രശേഖർ നൽകിയ ആ ഒരു മറുപടി ഉണ്ടല്ലോ, തെളിവുണ്ടെങ്കിൽ കേസ് കൊടുക്കൂ, അതോടെ തീർന്നു ശിവൻകുട്ടി സാറിന്റെ എല്ലാ തിരക്കഥകളും. തോൽക്കാൻ പോകുന്ന ഒരു മന്ത്രിയുടെ അവസാനത്തെ വിലാപമാണിതെന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര കൃത്യമാണ്. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് നിയമത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ്. 10 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? പല പ്രധാന റോഡുകളും ഇന്നും കുണ്ടും കുഴിയുമായി കിടക്കുന്നു. കുടിവെള്ള പദ്ധതികൾ പലതും പാതി വഴിയിലാണ്. വികസനം വരും എന്ന് 10 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ വാചകം ഇന്നും ശിവൻകുട്ടി സാർ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ, എപ്പോഴാണ് ഈ വികസനം ശരിക്കും വരുന്നത്? 10 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇനി 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖർ IT യെ കുറിച്ചും പുതിയ കാലത്തെ തൊഴിലവസരങ്ങളെ കുറിച്ചും സംസാരിക്കുമ്പോൾ ശിവൻകുട്ടി സാറിന് പറയാനുള്ളത് പഴയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. നേമത്തെ എത്ര യുവാക്കൾക്ക് ഈ 10 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു? IT പാർക്കുകളോ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളോ നേമത്തേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമമുണ്ടായോ? കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശിവൻകുട്ടി സാർ വെറും വിവാദങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്. ഓരോ തവണയും ബജറ്റിലും മറ്റും നിയമത്തിന് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട്. പക്ഷെ അവയിൽ എത്ര എണ്ണം മണ്ണിൽ തൊട്ടു? ഒരു മന്ത്രിയായിരുന്നിട്ടും സ്വന്തം മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞാൻ ഇത് ചെയ്തു എന്ന് കാണിക്കാൻ ഒരു വലിയ പ്രൊജക്ട് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് തലേന്ന് മദ്യം പിടിച്ചു, പണം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നത്. വികസനം കൊണ്ട് നേരിടാൻ കഴിയാത്തപ്പോൾ നുണകൾ കൊണ്ട് നേരിടുക എന്ന ആ പഴയ തന്ത്രമാണ് ശിവൻകുട്ടി ഇവിടെയും പയറ്റുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇവിടെ വിശകലനം ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ വിശ്വാസ്യതയെ കുറിച്ചാണ്. 10 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക എന്നത് ചെറിയ കാലയളവല്ല. എന്നിട്ടും വോട്ടർമാരുടെ മുഖത്ത് നോക്കി തന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ശിവൻകുട്ടി സാറിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ വിസ്മയിപ്പിക്കണം, അല്ലാതെ തിരഞ്ഞെടുപ്പ് തലേന്ന് നുണക്കഥകൾ മെനഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ഇവിടെ ഉയർത്തിയ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ ശിവൻകുട്ടിക്ക് തന്റെ പഴയ തന്ത്രങ്ങൾ പാളിപ്പോകുന്നത് നമ്മൾ കാണുകയാണ്. വികസനം ഒരു തരംഗമായി മാറുമ്പോൾ നുണപ്രചാരണങ്ങൾ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുകയാണ്. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നത് വെറും വാക്പോരല്ല, അദ്ദേഹം ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാണ്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ മുഖച്ഛായ മാറ്റി ഒരാൾ നിയമത്തേക്ക് വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നത് ആഗോള നിലവാരത്തിലുള്ള തൊഴിൽ സാധ്യതകളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. ശിവൻകുട്ടി സാർ ഇന്നും കുടുങ്ങിക്കിടക്കുന്നത് 80കളിലെയും 90കളിലെയും പഴയ രാഷ്ട്രീയ ശൈലിയിലാണ്. എന്നാൽ നിയമത്തെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് ആധുനികതയാണ്. വിവാദങ്ങൾ പടച്ചുവിടുന്നവർ കാണാതെ പോകുന്നത് മാറുന്ന കാലത്തെയാണ്. ഇനി എന്തുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ ഇത്രയധികം അസ്വസ്ഥനാകുന്നത്? അതിന്റെ ഉത്തരം ലളിതമാണ്. തോൽവി അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഓരോ ചുവടുവെപ്പും നിയമത്തെ സാധാരണക്കാരുടെ ഉള്ളിൽ പ്രതീക്ഷ നൽകുകയാണ്. ആ പ്രതീക്ഷയാണ് ശിവൻകുട്ടിയെ ഭയപ്പെടുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സ്വന്തം ഭരണപരാജയം ജനങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ വികസന ചർച്ചകൾ ഇന്ന് നിയമത്തെ ഓരോ വീട്ടിലും എത്തിക്കഴിഞ്ഞു. മദ്യത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചുമുള്ള കഥകൾ കൊണ്ട് ആ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ മാസ് മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മറ്റൊരു വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.